ഹായ് എവ്രി വൺ, വെൽക്കം ടു ജോൺസീസ് വ്ലോഗ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപ്പൻ ബീട്രൂട്ട് അൽവയാണ്. ഇത് നമുക്കിപ്പം വീട്ടിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കാണും. സോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കടായിലോട്ട് നമുക്ക് 4 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 സ്പൂണാണ് ഇട്ടേക്കുന്നത്. അതിലോട്ട് നമുക്ക് കാഷ്യൂ ഇട്ട് വറുത്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ് ബീട്രൂട്ട് ഹൽവ. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റാം. ഇനി കിസ്മിസ് ഇട്ട് അത് നമുക്ക് വറുത്ത് കോരി മാറ്റാം. കണ്ടില്ല, ഇങ്ങനെ കോരി മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ നെയ്യിലോട്ട് തന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ആ ബീട്രൂട്ടിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു 4 to 5 മിനിറ്റ്സ് എടുക്കും. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ഒഴിച്ചേക്കുന്നത്. 1 കപ്പ് ബീട്രൂട്ടിന് 1 കപ്പ് പാൽ. ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും പാൽ ഒഴിക്കുമ്പം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല തിക്നെസ്സായി വരണം. കണ്ടോ, ഇതുപോലെ തിക്നെസ് ആവണം. അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര. നല്ല രീതിയിൽ ഇളക്കണം നമുക്കിനി. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എക്സ്ട്രാ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി അത് മിക്സ് ചെയ്യാം. നമുക്കിനി കാഷ്യൂ കിസ്മിസ് വറുത്ത് വെച്ചേക്കുന്നതും ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതെന്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ. നമ്മുടെ ഓൾമോസ്റ്റ് ഹൽവ റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കണ്ടോ നമ്മുടെ ബീട്രൂട്ട് ഹൽവ. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ താങ്ക് യു.